പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണിത്. ഫ്രഞ്ച് കർവ് അല്ലെങ്കിൽ ഫ്രഞ്ച് സ്കെയിൽ എന്നൊക്കെ പറയുന്നതിന് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കർവ് ഷേപ്പുള്ള നെക്ക് പാറ്റേൺസ് അതുപോലെ കൈക്കുഴിയെല്ലാം വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ 9 ടൈപ്പ് സിമ്പിൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പേപ്പറിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ട് നമുക്ക് ആദ്യം നമ്മുടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കാറുള്ളത്. അത് മാർക്ക് ചെയ്തു. അതുപോലെ നെക്കിൻ്റെ ഇറക്കം ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കാറുള്ളത്. അതും ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് അത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് നമുക്കിതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കാം. നിങ്ങൾ എത്രയാണോ വിഡ്ത്തും അതുപോലെ നെക്കിൻ്റെ ഡെപ്തും എടുക്കുന്നത് അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ ആദ്യം സിമ്പിളായിട്ടുള്ള യു നെക്കാണ് വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ യു ഷേപ്പിൽ കറക്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് യു നെക്കൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ കൈകൊണ്ട് വരക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഈ കർവ് വെച്ചിട്ട് നല്ല ഷേപ്പിൽ വരച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് യു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കർവ് ഷേപ്പുള്ള വി വരച്ചെടുക്കാം. അതായത് യു അല്ല വി അല്ല, അതിൻ്റെ ഇടയിൽ വരുന്നൊരു ഷേപ്പ് ഉണ്ടല്ലോ അത്. അപ്പോൾ അവിടെ ഞാൻ 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 6.5 ഇഞ്ച് നെക്ക് ഡെപ്തും മാർക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഫ്രഞ്ച് സ്കെയിൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഒന്ന് വരച്ചെടുക്കുക, അതിലൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കർവ്ഡ് വി ഷേപ്പ് കിട്ടും. കണ്ടില്ലേ, ഇതാ ഇതുപോലെ കിട്ടും. ഇതിൽ ഞാൻ 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 6.5 ഇഞ്ച് നെക്ക് ഡെപ്തും മാർക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഈ ലൈനിൽ മുകളിലും താഴത്തോട്ടേക്ക് ഒരു 3 ഇഞ്ചിൽ ഞാനൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാർക്കിങ്ങിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കും 3 ഇഞ്ചാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇതായി പോയിന്റിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ലൈൻ എത്രയുണ്ടെന്ന് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്യുക, 2.5 മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ഈ ഫ്രഞ്ച് സ്കെയിലിൻ്റെ ഈ ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു കർവ് വരച്ചെടുക്കാം. എന്നിട്ട് ഇതാ നമുക്കത് തിരിച്ച് ഇപ്പുറത്തെ ഭാഗത്ത് ഉള്ളിൽ ഇതുപോലെ ആ സെയിം അളവിൽ ഇവിടെയും വരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലത്തെ ഷേപ്പാണ് കിട്ടുക. കണ്ടില്ലേ, ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൈ കൊണ്ട് വരച്ചാൽ ഇത്ര നീറ്റായിട്ട് കിട്ടണം എന്നില്ല. വീണ്ടും ഞാൻ ആ റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചെടുക്കുന്ന കാണിക്കുന്നില്ല, എല്ലാത്തിലും ഒരേ അളവാണ് എടുത്തിട്ടുള്ളത്. ഇനി താഴേന്ന് ഈ ലൈനിന് താഴേന്ന് മുകളിലോട്ട് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ നമുക്ക് വരച്ചെടുക്കാം. അതിന് ശേഷം എന്താ ഫ്രഞ്ച് സ്കെയിൽ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ആ കർവ് ഷേപ്പ് വരച്ചെടുക്കുക. അതേ അളവിൽ മേലെയും അതേപോലെ കർവ് ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ല, എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ നെക്ക് പാറ്റേൺസ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഷേപ്പ് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വരച്ചു നമ്മൾ സാധാരണ യു നെക്ക് വരയ്ക്കുന്നത് പോലെ വരച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് ഈ ഫ്രഞ്ച് സ്കെയിലിൻ്റെ ഉൾഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. കണ്ടില്ലേ ഈ വീഡിയോയിൽ പോലെ. അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഫ്രഞ്ച് സ്കെയിൽ വെക്കുന്നതിൻ്റെ മാറ്റം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഷേപ്പും മാറി മാറി വരും. ഇനി നമുക്കിത് കട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ട, അപ്പോൾ ഈ താഴത്ത് വരുന്നത് ഒരു ലവ് ഷേപ്പിലാണ് വരുന്നത്. കണ്ടില്ലേ. ഇനി ഇതിൽ തന്നെ ചെറിയ വ്യത്യാസം വരുന്ന വേറൊരു നെക്ക് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ യു ഷേപ്പിൽ തന്നെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് സ്കെയിൽ താഴെ വെക്കുന്ന രീതി അനുസരിച്ചാണ് അതിൻ്റെ ഷേപ്പ് മാറുന്നത്. അപ്പോൾ അതാ ഇവിടെ വെക്കുന്നതും മറ്റേൽ വെച്ചത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടുക. താഴെ നമുക്കിതൊരു റെയിൻ ഡ്രോപ്പ് പോലെയാണ് വന്നിട്ടുള്ളത്.
നേരത്തെ ചെയ്തതിൽ ഒരു ഹാർട്ട് ഷേപ്പാണ്. അത് നമ്മൾ ഫ്രഞ്ച് സ്കെയിൽ ചെറുതായിട്ട് വെക്കുന്ന ആ ഒരു ഷേപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഈ താഴത്തോട്ടേക്കുള്ള ലൈൻ 6.5 ഇഞ്ചാണ് നമ്മൾ നെക്ക് ഡെപ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 3.25 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തു. എന്നിട്ട് നമ്മളെ ഫ്രഞ്ച് സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് താഴത്തോട്ടേക്ക് സാധാരണ പോലെ യു ഷേപ്പിൽ വരച്ചു. എന്നിട്ട് അതേപോലെ മേലെ നമുക്കിതുപോലെ ആ മിഡിൽ പോയിന്റിൽ നിന്ന് മുകളിലോട്ടേക്ക് ഇങ്ങനെ വരച്ചു. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത പാറ്റേൺ ചെയ്യാൻ വേണ്ടി ഈ ലൈനിൻ്റെ താഴത്തെ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടുന്ന് റൈറ്റിലോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഫ്രഞ്ച് സ്കെയിൽ നമുക്ക് ഇതുപോലെ വെക്കാം. എന്നിട്ട് ആ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം അവിടുന്ന് മേലത്തെ പോയിന്റിലേക്ക് ഇങ്ങനെയും വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചില ബ്ലൗസിനൊക്കെ ഈ ഷേപ്പ് കാണാറുണ്ട്, നല്ല ഭംഗിയുണ്ടാവും അത് ചെയ്തിട്ടിട്ട് കാണാൻ. ബാക്ക് നെക്കിലൊക്കെ ചെയ്തിട്ട് കാണാം ഇതുപോലെ. അടുത്ത പാറ്റേൺ വളരെ സിമ്പിളാണ്. ഇതുപോലെ നമുക്ക് കർവ് ഷേപ്പിൽ താഴെ വരച്ചെടുക്കാം, അതേപോലെ മേലെയും വരക്കാം. നിങ്ങൾ കുറച്ച് കയറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ഡെപ്ത് മാറി വരും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ 9 തരത്തിലുള്ള നെക്ക് പാറ്റേൺസ് ഈ ഫ്രഞ്ച് കർവ് വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.